السلام عليكم ورحمة الله. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، وهي القدم بالذات فعلا والبقاء وقيامه بنفسه نلت التقى. സൽബിയായ 5 സിഫത്തുകളിൽപ്പെട്ട ഒന്ന് ഖിദം എന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത്. ഖിദം വാജിബാണ് എന്ന് പറയാൻ കാരണം അള്ളാഹു താല ഖദീമല്ലെങ്കിൽ പിന്നെ ഹാദിസാണ്. അള്ളാഹു താല ഹാദിസാണെന്ന് വന്നാൽ ദൗറ് അനിവാര്യമാവും, അല്ലെങ്കിൽ തസൽസുല് അനിവാര്യമാവും. ദൗറും മുഹാലാണ്, തസൽസുലും മുഹാലാണ്. മുഹാലിലേക്ക് കൂട്ടുന്നത് മുഹാലാണ് എന്ന് പറഞ്ഞ് ചുരുക്കി വെച്ചു. രണ്ടാമത്തേത് അൽ ബഖാഉ, അസാനി അൽ ബഖാ. 5 സിഫത്തുകളിൽപ്പെട്ട രണ്ടാമത്തേത്, ഇതിന്റെ നേരെ മറുവശം ഉണ്ടാവലിന് തുടക്കമില്ലാതിരിക്കുക എന്നാണല്ലോ ഖിദമിനർത്ഥം പറഞ്ഞത്. എന്നാൽ ബഖാ എന്നാൽ അവന്റെ നിലനിൽപ്പിന് അവസാനമില്ലാതെ. അള്ളാഹുവിന്റെ ദാത്തിന് ഒരിക്കലും പറ്റാത്ത, അവനെ തൊട്ട് സെൽബ് ചെയ്യുന്ന സിഫത്തുകളിൽപ്പെട്ട രണ്ടാമത്തെ സിഫത്ത് അൽ ബഖാഉ, ബഖാ എന്നതാണ്. ബഖാ എന്നത് ബിൽ ഖസ്രി, ബെയ്ത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ബഖാ എന്നുള്ളൂ, ഹംസ കളഞ്ഞേക്കുക. അതിൽ ലറൂറത്തി, ബെയ്ത്തിന്റെ വചനമൊക്കാൻ വേണ്ടിയിട്ട് ഹംസ കളഞ്ഞത്. ശരിക്കുള്ളത് ഒരു ബഖാ. എന്താണ് ബഖാ എന്ന് പറഞ്ഞാൽ ഓഹുവ, ബഖാ എന്നത് സൽബുൽ ആഖിരിയത്തി, അവസാനമില്ലാതിരിക്കുക. ഖദീമാണ് എന്ന് പറഞ്ഞാൽ തുടക്കമില്ലാത്തവനാണ്. ബാക്കിയാണ് എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്തവനുമാണ്. തുടക്കമില്ലാത്ത ഏത് വസ്തുവുണ്ടോ അതിന് അവസാനം ഒടുക്കവും ഇല്ല. സെൽബ് എന്ന് പറഞ്ഞാൽ ഐ നഫി എന്നർത്ഥം. ആഖിരിയത്തിന് നഫി ചെയ്യാം. സെൽബ് ചെയ്യാന്ന് പറഞ്ഞാൽ തിരിയാത്തവരാരെങ്കിലും മന്തിക്കോതാത്തവരുണ്ടെങ്കിൽ ഓൽക്ക് നഫി ചെയ്യാം. ഐ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്നഹു തആല ലാ ആഖിറ ലിവുജൂദിഹി, അവന്റെ വുജൂദിന് ഒരു അവസാനമില്ലാതിരിക്കുക എന്നതും വാജിബാണ്. അവന്റെ വുജൂദിന് ഒരു അവസാനമില്ലാതിരിക്കുക എന്നത് വാജിബാണ്. അപ്പൊ നമ്മളോ സ്വർഗം നശിച്ചു പോകുന്നതല്ല, അങ്ങനെ നമ്മളെ അക്കീദ. നരകം നശിച്ചു പോകുന്നതല്ല. സ്വർഗത്തിൽ കിടന്ന സ്വർഗാവകാശികൾ അവരും നശിച്ചു പോവുകയില്ല. നരകത്ത് കിടന്ന കാഫറുകൾ അവരും നശിച്ചു പോവുകയില്ല. അപ്പൊ സ്വർഗവും നരകവും സ്വർഗാവകാശികളും നരകാവകാശികളും നശിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ അവസാനം ഇല്ല. അപ്പൊ അവർക്കൊക്കെ ബഖാ എന്ന് പറഞ്ഞ സിഫത്തുണ്ടോ? ഒരിക്കലും ഇല്ല. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ ബഖാ എന്നത് അള്ളാഹുവിന്റെ ദാത്തിന് വാജിബാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു ആണെങ്കിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആവണമെങ്കിൽ അവന്റെ ഉണ്ടാവലിനൊരു തുടക്കമില്ലാതിരിക്കണം എന്നതുപോലെ അനിവാര്യമാണ്, വാജിബാണ് അവസാനമില്ലാതിരിക്കുക എന്ന്. അത് അള്ളാഹുവിന്റെ ദാത്തിന് ഉജൂബാശം. അതേ സമയത്ത് സ്വർഗം നശിക്കാതിരിക്കുക, നരകം നശിക്കാതിരിക്കുക, സ്വർഗാവകാശം നശിച്ചു പോകാതിരിക്കുക, നരകാവകാശം നശിച്ചു പോകാതിരിക്കുക എന്നത് ദാത്തിന് വാജിബല്ല, വെറും മുംകിനാണ്. അള്ളാഹു തആല നിലനിർത്തുന്നത് കൊണ്ട് നിലനിൽക്കുന്നു. അള്ളാഹു വേണ്ടുക വെച്ചാൽ നശിപ്പിക്കും. അപ്പൊ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ദാത്തിന് എന്തില്ല, ബഖാ ഉജൂബില്ല, മുംകിൻ മാത്രമേ ഉള്ളൂ. മുംകിനാവുമ്പോ എന്ത് വേണം? ഒരാൾ നിലനിർത്തിയെങ്കിലേ എനക്കുള്ളൂ. മുംകിൻ ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടാക്കിയാലേ ഉണ്ടാവുള്ളൂ പറഞ്ഞു എന്നതുപോലെ മുംകിൻ നിലനിൽക്കണമെങ്കിൽ ഒരാൾ നിലനിർത്തിയെങ്കിലേ എനക്കുള്ളൂ. ദാത്തിന് ബഖാ ഇല്ല. ദാത്തിന് ബഖാ എന്നത് അള്ളാഹുവിന് മാത്രം. ദലീൽ ഇത്തിസാഫി തആല ബിൽ ബഖാ. ഇനി ചുരുക്കി പറഞ്ഞാൽ മതിയോ, അള്ളാഹു തആല അവന്റെ പരിശുദ്ധ ദാത്തിന് ബഖാ എന്ന വുജൂബാണ്. അവന്റെ ദാത്തിന് വാജിബാണ് ബഖാ. ഫനാ ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ തെളിവ് ഏതൊരു വസ്തുവും, അത് ഇന്നത് എന്നില്ല, ഏതൊരു വസ്തുവും സബത ഖിദമുഹു, ആ വസ്തുവിന് തുടക്കമില്ല, ഖദീമാണ്, ലിദാത്തിഹി, ഖദീമാണ് ഒരു വസ്തു എന്ന് സുബൂത്തായാൽ അങ്ങനത്തെ വസ്തു ഇസ്തഹാലാദുമുഹു, അത് ഇല്ലാതിരിക്കലും മുസ്തഹീലാണ്, അസംഭവ്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബഖാ വുജൂബാണ്. ഇല്ല, അല്ല, അദമു മുസ്തഹീൽ അല്ല എന്ന് പറഞ്ഞാൽ അദമു പിന്നെ മുംകിനാണെങ്കിൽ
നമ്മളെപ്പോലെ തന്നെ സ്വർഗാവകാശികൾ, നരകാവകാശികൾ, സ്വർഗം നരകം ഒക്കെ അത് മുംകിനാണ്. അത് മുംകിനാവും. അള്ളാഹു തആല ബാക്കി അല്ലെങ്കിൽ ബഖാവ് എന്ന സിഫത്ത് വാജിബ് അല്ലെങ്കിൽ പിന്നെന്താകുക, ഇല്ലായ്മ എന്നത് അതും ജായിസാണ്. നമ്മളിപ്പം വുജൂദും അതും ജായിസാണ് എന്നതുപോലെ ആകും അള്ളാഹു തആലയാവും. അങ്ങനെ വരുമ്പോൾ അവൻ നിലനിൽക്കണമെങ്കിൽ നിലനിർത്തുന്ന ഒരാളിലേക്ക് ആവശ്യം ഉണ്ടാവും. ഇപ്പൊ സ്വർഗം നിലനിൽക്കണ അള്ളാഹു തആല നിലനിർത്തുന്നതുകൊണ്ടാണ്. അപ്പൊ നിലനിർത്തുന്ന ഒരു അള്ളാഹുലേക്ക് ആവശ്യമുണ്ട്. സ്വർഗാവകാശി നിലനിൽക്കുന്ന അള്ളാഹു നിലനിർത്തുന്നത് കൊണ്ടാണ്. അപ്പൊ അള്ളാഹു തആല നിലനിർത്തുക ഒരു അള്ളാഹുലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞെങ്കിൽ ഓരോരുത്തർ സംശയം വരും. അള്ളാഹു തആലാനെ നിലനിർത്താൻ ഒരാളാണെന്ന് വെച്ചാൽ ഒന്നിരിക്കൽ ദൂറ് വരും, അല്ലെങ്കിൽ ഹാദിസൻ. അങ്ങനെ ഒരു മുറജ്ജിഹിന്റെ ആവശ്യമുണ്ട് എന്ന് വന്നാൽ പറഞ്ഞാൽ ഒരു മുംകിനാണ്, വാജിബല്ല. മുംകിനാണെങ്കിൽ ഒരു മുഹദ്ദിസ് വേണം, ഒരു മുഹദ്ദിസിലേക്ക് ആവശ്യമുണ്ട്. അങ്ങനെ വന്നാൽ ഹാദിസൻ. അപ്പൊ അള്ളാഹു തആല ഹാദിസാണെന്ന് വരേണ്ടി വരും. ഖദീമല്ലാന്ന് വരുമല്ലോ. ഖദീമല്ലേ, തുടക്കമില്ലാതിരിക്കുക എന്നത് അവന് ദാത്തിന് വാജിബാണ്. എന്നതുപോലെ അവസാനമില്ലാതിരിക്കുക എന്നതും ദാത്തിന് വാജിബാണ്. അള്ളാഹു തആല ഖദീം അല്ലെങ്കിൽ ഹാദിസാണ്. ഹാദിസാണെന്ന് വന്നാൽ ഒന്നിരിക്കൽ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുൽ വരും. ദൗറും മുഹാലാണ്, തസൽസുലും മുഹാലാണ്. ഹാദിസ് ആയാൽ ഒന്നിരിക്കൽ ദൗറ് അല്ലെങ്കിൽ തസൽസുൽ വരുന്ന മുഹാലിനെ രാജ്യമാക്കും. മുഹാലിനെ രാജ്യമാക്കുന്നതും മുഹാലാണ്. അപ്പൊ അള്ളാഹു തആല ഹാദിസ് ആകുക എന്നത് മുഹാലാണ്. അസ്സാലിസു അൽ ഖിയാമു ബിന്നഫ്സ്. അള്ളാഹു തആല സ്വയം നിലനിൽക്കുന്നവനാ എന്ന് പറഞ്ഞാൽ സാലിസു സിഫാത്തിൽ സൽബിയത്തി. അള്ളാഹുവിന്റെ പരിശുദ്ധതാത്തിന് വാജിബായ സിഫത്തുകളിൽപ്പെട്ട സൽബിയായ മൂന്നാമത്തെ സിഫത്ത് ഖിയാമുഹു തആല ബിനഫ്സിഹി. അള്ളാഹു തആലാന്റെ നിലനിൽപ്പ് മറ്റൊന്നിനെ ആശ്രയിച്ചു കൊണ്ടല്ല. എല്ലാ പടപ്പുകളുടെയും നിലനിൽപ്പ് ഖാലിഖാവുന്ന റബ്ബിനെ ആശ്രയിച്ചു കൊണ്ടാണ്. സ്വയം നിലനിൽക്കാൻ ഒരു വസ്തുവിനും കഴിയൂല. അള്ളാഹു ഉണ്ടാക്കുമ്പോ ഉണ്ടാവും, അള്ളാഹു നിലനിർത്തുമ്പോ നിലനിൽക്കും, അള്ളാഹു നിലനിർത്താതിരുന്നാൽ നിലനിൽക്കില്ല. യഥാർത്ഥത്തിൽ വുജൂദ് എന്ന് പറയുന്നത് നമ്മളെ വുജൂദൊക്കെ ഒരു വലിയ വുജൂദാണ് എന്ന് മഹാത്മാക്കൾ പറയാൻ കാരണം അതാ. എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ഉണ്ടെങ്കിലാണല്ലോ അതിന് തണലുണ്ടാകുക. കേൾക്കുന്ന സൂര്യൻ ഉദിച്ചു വരുമ്പോ പടിഞ്ഞാട്ട് നേലുണ്ടാണെങ്കിൽ നടുക്കൊരു കെട്ടിടമാണെങ്കിൽ ഒരു മരമാണ്, അല്ലെങ്കിൽ വേറെ നിൽക്കുന്ന എന്തൊരു വസ്തുവാണ്. ഈ സൂര്യന്റെ ചലനത്തിനനുസരിച്ച് പടിഞ്ഞാറുള്ളത് ചെറുതായി നേരെ മുകളിൽ വന്നു, പിന്നെ കേക്കോട്ട് മാറി. ഇതൊക്കെ ഇല്ല എന്നതുപോലെ അള്ളാഹു ഉണ്ടാക്കാൻ വേണ്ടുക വെക്കുകയും അവൻ ഉണ്ടാക്കുകയും അവൻ നിലനിർത്താൻ വേണ്ടുക വെക്കുകയും അവൻ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു. സ്വയം ഉണ്ടാവാൻ കഴിയില്ല, സ്വയം നിലനിൽക്കാനും കഴിയില്ല ഒരു മഖ്ലൂഖിനും. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു തആല സ്വയം ഉള്ളതാണ്. ലിദാത്തി വാജിബുൽ വുജൂദാണ്. അവന്റെ ഖിദം ലിദാത്തിഹിയാണ്, അവന്റെ ബഖാ ലിദാത്തിഹിയാണ്. എന്നതുപോലെ ഖിയാമും ബിനഫ്സിഹിയാണ്. എന്താണ് ഖിനാഹു ബിനഫ്സിഹി ലാ ബിഗൈരിഹി എന്ന്. വേറൊരാളെ കൊണ്ട് നിലനിൽക്കല്ല, സ്വയം പര്യാപ്തനാണ്, മറ്റൊരാളിലേക്ക് ആവശ്യമില്ല. ഇവിടെ നഫ്സ് നഫ്സ് എന്ന് പറയുമ്പം പടപ്പുകളൊക്കെ നഫ്സ് നഫ്സ് എന്ന് പറയുന്ന തനഫുസിൽ നിന്നിട്ട് വരുന്നതാണ്. അതായത് ശ്വാസോച്ഛ്വാസമുള്ള ശ്വസിക്കുന്ന ജീവി എന്നർത്ഥം. അതിനാണ് നഫ്സ് എന്ന് പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അല്ലോ മനസ്സിലാക്കണം. എല്ലാ ശ്വസിക്കുന്ന ജീവികളും മരണത്തെ ആസ്വദിക്കും. അത് തനഫുസിനുള്ള നഫ്സാണ്, ശ്വാസോച്ഛ്വാസം നടക്കുക എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ അള്ളാഹു തആല ഖിയാമും ബിന്നഫ്സ് അവിടെ നഫ്സ് പറഞ്ഞാണല്ലോ. ആ തനഫുസിന്റെ അല്ല, അള്ളാഹു തആലക്ക് തനഫുസിന്റെ ആവശ്യമില്ല. അത് പടപ്പുകളുടെ പ്രത്യേകതയാണ്. മറിച്ച് നഫാസത്ത് എന്നുള്ളതിൽ നിന്നിട്ടാണ്. നഫീസ് മുന്തിയത്, അങ്ങേയറ്റം മേൽമയേറിയത്, അത്യുത്തമമായത് എന്ന അർത്ഥത്തിനുള്ള നഫീസ് എന്നതിൽ നിന്നിട്ടുള്ളതാണ് നഫ്സ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്തി എന്ന് പറയുമ്പം എല്ലാ നഫ്സും മരണം ആസ്വദിക്കും എന്ന് പറയുമ്പോ ഖിയാമുഹു തആല ബിനഫ്സിഹി, അല്ലാഹു തആലക്ക് നഫ്സ് ഉണ്ട് എന്ന് വരൂലേ? അപ്പൊ അള്ളാഹു തആല മരണം ആസ്വദിക്കോ എന്ന ഇഷ്കാര് വേണ്ട. അത് രണ്ടും ലഫ്ള് ഉപയോഗിക്കുന്നത് നഫ്സ് എന്നാണെങ്കിലും ഒന്ന് തനഫുസിൽ നിന്ന് വരുന്ന നഫ്സാണ്,
മറ്റൊന്ന് നഫാസത്തിൽ നിന്ന് വരുന്ന നഫ്സാണ് വേറൊരു മനസ്സിലാക്കുക. ബിമാന സൽബിൽ ഇഫ്തിഖാരി ഇലൽ മഹല്ലി. അല്ലാഹു തആല ഒരു ഗുണമല്ല, ഒരു ദാത്താണ്. അഥവാ ഗുണമായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്ത് നിലനിൽക്കാൻ ഒരു ദാത്തിലേക്ക് വേറെ ആവശ്യവും. അള്ളാഹു തആല ഖനിയും മുത്തലഖ ഒന്നിലേക്കും ആവശ്യമില്ലാത്തവനും. അപ്പൊ അവന്റെ നിലനിൽപ്പിന് മറ്റൊരു ദാത്തിലേക്ക് ആവശ്യമില്ല. സിഫത്തുകൾക്കൊക്കെ ഒരു മൗസൂഫ് വേണം എന്നതുപോലെ അള്ളാഹു തആല കേവലം ഒരു സിഫത്തല്ലാന്ന്. അള്ളാഹു തആല കേവലം ഒരു സിഫത്താണെങ്കിൽ ആ സിഫത്ത് നിലനിൽക്കാനുള്ള ഒരു മൗസൂഫ് ആവുന്ന ദാത്ത് വേണ്ടേ? അങ്ങനെ ഒരു ദാത്തിലേക്ക് അള്ളാഹു തആലക്ക് ആവശ്യമില്ല. അതാ മഹല്ലി. അവിൽ മുഖസ്സിസി സൽബുൽ ഇഫ്തിഖാരി ഇലൽ മഹല്ലി അവിൽ മുഖസ്സിസി, ഉണ്ടാക്കുന്ന ഒരാൾ. മുഖസ്സിസ് എന്ന് പറഞ്ഞാല് മുംകിനാത്തുകളൊക്കെ പല നിലക്കും ഇഹ്തിമാലുള്ളതാണ്. ആ ഇഹ്തിമാലാത്തുകളിൽപ്പെട്ട ബാല് കൊണ്ട് തഖ്സീസ് കൊടുക്കുകയാണ് ഖാലിഖാവുന്ന റബ്ബ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാഹു തആലാനെ ഉണ്ടാക്കാനോ നിലനിൽക്കാനോ ഒരു മുഖസ്സിസിന്റെ ആവശ്യമില്ല. സ്വയം നിലനിൽക്കുന്നവനാണ്. ബിദാത്തിഹി ഖായിം. ആണോ അൽ മുറാദു ബിൽ മഹല്ലിയ ദാത്തു അല്ലതി തഖൂമു ബിഹി സിഫത്ത്. സിഫത്തിന് നിലനിൽക്കാനുള്ള ഒരു ദാത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം അല്ലാഹു തആല ദാത്താണ്, എന്തല്ല സിഫത്തല്ല. ഇനി വേറൊരു മഹല്ല് പറയുന്നുണ്ട് ബിമാനൽ മക്കാൻ. അല്ലാഹു തആല നിലനിൽക്കാൻ ഒരു സ്ഥലം വേണ്ട. അതിന് വേറെ ഒരു ദാഖിലുൻ ഫീ മഫ്ഹൂമിൽ മുഖാലഫത്തിൽ ഹവാദിസ്. സൃഷ്ടികളോടൊക്കെ വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരിക. അല്ലാഹു തആലക്ക് അർശിന്റെ ആവശ്യമില്ല, ഭൂമിന്റെ ആവശ്യമില്ല, കുർസിന്റെ ആവശ്യമില്ല, ഒന്നുമില്ല. അല്ലാഹു തആലയുടെ നിലനിൽപ്പിന് ഒരു അർശിലേക്ക് ആവശ്യമില്ല, ഒരു കുർസിയിലേക്ക് ആവശ്യമില്ല, ഒരു സമാവാത്തിലേക്ക് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അതിഞ്ഞു വരും മുഖാലഫത്ത് ബിൻ നഫ്സ്. അതല്ല മഹല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല ഒരു ദാത്താണ്, കേവലം സിഫത്തല്ല. സിഫത്തല്ലെങ്കിൽ പിന്നെ ഒരു ദാത്തിലേക്ക് ആവശ്യമില്ല എന്ന് വരും. സിഫത്താണെങ്കിൽ സിഫത്ത് ഖായിമാകാൻ ഒരു ദാത്ത് വേണം. അല്ലാഹു തആല അങ്ങനെ സിഫത്തല്ല, ദാത്ത് തന്നെയാണ്. ദലീൽ അദ്മി ഇഫ്തിഖാരിഹി തആല ഇലാ മഹല്ലി. അല്ലാഹു തആലാന്റെ നിലനിൽപ്പിന് ഒരു ദാത്തിലേക്ക് ആവശ്യമില്ല എന്നതിന്റെ തെളിവ്. അമ്മാനഹു തആല ലാ യഫ്തഖിറു ഇലാ മഹല്ലിൻ, ഒരു ദാത്ത് കൊണ്ട് അള്ളാഹുവിന് ആവശ്യമില്ല. എങ്ങനത്തെ ദാത്ത്? യഖൂമു ബിഹി, ആ ദാത്തിൽ അള്ളാഹു നിലനിൽക്കുന്ന അങ്ങനെ ഒരു ദാത്തിലേക്ക് ആവശ്യമില്ല. എങ്ങനെ? ഉദാഹരണമാണ് ഖിയാമ സിഫത്തി ബിമൗസൂഫിഹാ. ഒരു സിഫത്തിന് നിലനിൽക്കണമെങ്കിൽ ഒരു മൗസൂഫ് വേണമല്ലോ. മൗസൂഫില്ലാതെ സിഫത്ത് നിലക്കൂലല്ലോ. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പറയാം. വെളുപ്പ്, കറുപ്പ്, ചുമപ്പ്, പച്ച, ഇതൊക്കെ സിഫത്തുകളാണ്. അതുപോലെ വലുതാകുക, ചെറുതാകുക, തടിച്ചതാകുക, മെലിഞ്ഞതാകുക, നീളം കൂടിയതാവുക, നീളം കുറഞ്ഞതാകുക, ഇതൊന്നും സ്വന്തം നിലക്കൂലല്ലോ. ഏതെങ്കിലും ഒരു ദാത്തിലേക്ക് ചേർത്തിട്ടാണല്ലോ പറയാം. നീളം കൂടിയ തടി, നീളം കുറഞ്ഞ തടി, തടി കൂടിയ തടി, തടി കുറഞ്ഞ തടി, ഇങ്ങനെ പറയാം. സിഫത്തുകൾ വെളുപ്പ്, ചുമരിന്റെ വെളുപ്പ്, പാലിന്റെ വെളുപ്പ്, വസ്ത്രത്തിന്റെ വെളുപ്പ്, ഇങ്ങനെ എന്തെങ്കിലും ഒന്നിലേക്ക് ചേർത്തിട്ടേ പറയാൻ പറ്റുള്ളൂ. സിഫത്ത് സ്വന്തം നിലക്കൂല. സിഫത്ത് നിലനിൽക്കണമെങ്കിൽ ഒരു മൗസൂഫ് വേണം. അങ്ങനെ അല്ലാഹു തആല കേവലം സിഫത്തല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആലക്ക് നിലനിൽക്കാൻ ഒരു മൗസൂഫിന്റെ ആവശ്യമില്ല. കാരണം അല്ലാഹു തആലക്ക് ഖായിമാകാൻ ഒരു മൗസൂഫ് ആവുന്ന ദാത്തിലേക്ക് ആവശ്യമുണ്ട് എന്ന് വന്നാൽ ലക്കാന, അല്ലാഹു തആല ആയിത്തീരും സിഫത്തൻ, കേവലം ഒരു സിഫത്ത് മാത്രം. സ്വയം നിലനിൽപ്പില്ലാത്ത ഒരു മൗസൂഫിൽ മാത്രം നിലനിൽക്കുന്ന സിഫത്തായി മാറും. ദാത്തല്ല എന്ന് വരും. ഒരു ദാത്തിൽ നിലക്കൂല. ഒരു ദാത്തിന് നിലനിൽക്കാൻ മറ്റൊരു ദാത്തിലേക്ക് ആവശ്യമില്ല. ഇത് ദാത്തു ലാ തഖൂമു ബിദ്ദാത്ത്. ഒരു ദാത്ത് മറ്റൊരു ദാത്തിൽ നിലക്കൂല. മറിച്ച് ഒരു സിഫത്ത് ഒരു ദാത്തിൽ നിലക്കും. ഒരു ദാത്തിൽ മറ്റൊരു ദാത്ത് നിലനിൽക്കൂല. ദാത്തിൽ എന്ന് പറഞ്ഞാൽ ദാത്തിന്റെ ഗർഫാക്കിയിട്ട് ദാത്തിലേക്ക് ദാഖിലാകുക, എന്നിട്ട് സിയാദത്തും നഖ്സും ഇല്ലാതിരിക്കുക മുഹാലാണ്. ഒരു ദാത്ത് മറ്റൊരു ദാത്തിൽ പ്രവേശിച്ചാൽ ഇത് മജ്മു വലുതായി വരും. അപ്പൊ ആദ്യത്തെ എല്ലാ പുതിയ വേറെ ഉണ്ടല്ലോ, ഏറണമില്ല കുറയണമില്ല. അങ്ങനെ ഒരു ദാത്ത് മറ്റൊരു ദാത്തിൽ പ്രവേശിക്കൂല. അതേസമയത്ത് ഒരു ദാത്തിൽ സിഫത്ത് പ്രവേശിക്കുമ്പോൾ ഏറ്റക്കുറവൊന്നും ഉണ്ടാവില്ല. ഒരു ദാത്ത് വെളുപ്പുടേതായി, അതുകൊണ്ട് ആദ്യത്തേനെക്കാട്ടിൽ ഏറിയോ കുറഞ്ഞോ ഒന്നുമില്ല. ഒരു ദാത്ത് കറുപ്പുടേതായി, ഏറിയോ കുറഞ്ഞോ ഒന്നുമില്ല. ഇങ്ങനെ ലാക്കിന്ന ഖൗലുഹു തആല സിഫത്തുൻ,
മുഹാലുൻ. അള്ളാഹു തആല സിഫത്താകുക എന്ന് പറഞ്ഞത് അസംഭവ്യമാണ്. കാരണം ഇത് കാനലോ ഇത് ലൗകാന സിഫത്തൻ, അള്ളാഹു ദാത്തല്ല സിഫത്താണെന്ന് വന്നാൽ ലസ്തഹാല ഖിയാമു സിഫാത്തി സുബൂത്തിയ, അള്ളാഹുവിന്റെ മാനിയായ സിഫത്തുകൾക്കൊക്കെ സുബൂത്തിയായ സിഫത്ത് ഇത് സൽബിയായ സിഫത്താണ്. സൽബിയായ സിഫത്ത് കഴിഞ്ഞിട്ട് ഖുദ്റത്ത് ഫഖുദ്റത്തുൻ ഇറാദത്തുൻ സമ്മൻ ബസർ ഹയാത്തുൻ ഇൽമു കലാമുൻ ഇസ്തമർ, ഈ 7 സിഫത്ത് മാനവിയായ സിഫത്തുകളാണ്. ഈ സിഫത്തുകൾ നിലനിൽക്കാൻ ഒരു ദാത്ത് വേണം. അത് അള്ളാഹുവിന്റെ പരിശുദ്ധ ദാത്താണ്. ആ ദാത്തിലാണ് ഈ സിഫത്തുകൾ നിലക്കുക. ഒരു സിഫത്തിൽ ഒരു സിഫത്ത് നിലക്കൂല. കൽ ഇൽമി, ഇൽമ് എന്നത് ഒരു ദാത്തിലാണ് നിലക്കുക, ഒരു സിഫത്തിലല്ല. ഖുദ്റത്ത് എന്നത് ഒരു ദാത്തിലാണ് നിലനിൽക്കുക, ഒരു സിഫത്തിലല്ല. ഇറാദത്ത് എന്നതും അങ്ങനെ തന്നെ ഒരു ദാത്തിലാണ് നിലനിൽക്കുക, ഒരു സിഫത്തിലല്ല. കാരണം എന്തുകൊണ്ട്? ഇത് സിഫത്തുലാ തഖ്ബലു സിഫത്തൻ ഉഖ്റാ തഖൂമു ബിഹാ, ഒരു സിഫത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു സിഫത്തിനെ ഒരു സിഫത്ത് സ്വീകരിക്കുന്നതല്ല. ഇൽമുടേതായ ഖുദ്റത്ത് അല്ലെങ്കിൽ ഖുദ്റത്തുടേതായ ഇൽമ് അങ്ങനെ പറയാൻ പറ്റൂല. ഇറാദത്തുടേതായ ഇൽമ്, ഇൽമുടേതായ ഇറാദത്ത് അങ്ങനെ പറയാൻ പറ്റൂല. ഇത് സിഫത്തു ലാ തഖ്ബലു സിഫത്തൻ ഉഖ്റാ തഖൂമു ബിഹാ, ഒരു സിഫത്തിൽ ഖായിമാവുന്ന മറ്റൊരു സിഫത്തിനെ ഒരു സിഫത്ത് കബൂലാക്കൂല. ഇല്ല അങ്ങനെ കബൂലാക്കുകയാണെന്ന് വന്നാൽ ലസിമ അല്ലാ തഖ്ലു അൻഹാ അവൻ മിസ്രിഹാ അവൻ മിഥ്യ. ഒരു സിഫത്ത് മറ്റൊരു സിഫത്തിനെ തേടുമെങ്കിൽ കബൂലാക്കുമെങ്കിൽ ഈ സിഫത്ത് അതിനെ തൊട്ട് ഖാലിയാകാൻ പറ്റൂല, അല്ലെങ്കിൽ അതിന്റെ മിസിലിനെ തൊട്ട് ഖാലിയാകാൻ പറ്റൂല. അവൻ വിദ്യ മൂന്നാലൊന്ന് വേണം. ഒന്നിരിക്കൽ ആ സിഫത്ത് വേണം, അല്ലെങ്കിൽ അതിന്റെ മിസിൽ സിഫത്ത് വേണം, അല്ലെങ്കിൽ അതിന്റെ ലിദ് സിഫത്ത് വേണം. തിരിച്ചിങ്ങോട്ടും എന്ന് പറഞ്ഞാൽ ഇൽമുടേതായ ഖുദ്റത്ത്, ഖുദ്റത്തുടേതായ ഇൽമ്, ഇറാദത്തുടേതായ ഇൽമ്, ഇൽമുടേതായ ഇറാദത്ത്, ഖുദ്റത്തുടേതായ ഇറാദത്ത്, ഇറാദത്തുടേതായ ഖുദ്റത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൗസൂഫും ഒന്ന് സിഫത്തായിട്ട് വെക്കുക, രണ്ടും സിഫത്തല്ലേ. ഇത് മൗസൂഫും മറ്റേ സിഫത്ത് വെക്കണം, എന്താ ന്യായം? ഒന്നൊന്നിനേക്കാൾ തർജീഹ് ചെയ്യാൻ തർജീഹ് ബിലാ മുറജ്ജിഹ് വരൂലേ? വഹകദ ഇതിൽ ഖബൂലു അംറുൻ നഫ്സിയുൻ, ഈ ഒരു സിഫത്ത് മറ്റൊരു സിഫത്തിനെ കബൂൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ നഫ്സിയ സിഫത്ത. നഫ്സിയ സിഫത്താകുമ്പോൾ ആ ബുദ്ധ യത്തഹിദ ബൈനൽ മുത്തമാസിലൈൻ, രണ്ടും ഒന്നുപോലെ ആവുക. രണ്ട് മുത്തമാസിലൈനിന്റെ ഇടയിൽ മുത്തഹിദായി യോജിക്കുക, അല്ലെങ്കിൽ രണ്ടിലധികം മുത്തമാസിലൈനത്തിന്റെ ഇടയിൽ യോജിക്കുക. ഓഹോ മുഹാലും എന്തുകൊണ്ട് അതിനോട് ലാസിമായിട്ട് വരുന്നത്? ഒരു സിഫത്ത് മറ്റൊരു സിഫത്ത് കൊണ്ട് മുത്തസിഫാകുക എന്നത് വരും. അതിന്റെ മിസിൽ പോലത്തെ ഖുദ്റത്ത് മറ്റൊരു ഖുദ്റത്ത് കൊണ്ട് മുത്തസിഫാകും. അല്ലെങ്കിൽ ഖുദ്റത്തിന് നേരെ ലിദ് അജ്സ്, അജ്സ് ലിദ് പറയുമ്പോൾ നേരെ നേരെ ഒന്നല്ലേ അതിന്റെ അജ്സ്. അതല്ലെങ്കിൽ ഖിലാഫിഹ, അല്ലെങ്കിൽ ഇൽമ് വേറൊന്ന്, ഖിലാഫ് പറഞ്ഞാൽ ഇതല്ലാത്ത വേറൊന്ന്. ചുരുക്കത്തിൽ ഇൽമു ആലിമൻ, ഇൽമ് എന്ന് പറഞ്ഞ സിഫത്ത് ആലിമ് എന്ന ആയി മാറും. അതോടുകൂടി അതിപ്പോ മിസിലാവുമ്പോഴാണ് ഇൽമ് ആലിമാകുക, രണ്ടും മിസ്രീനി ആവുമ്പോൾ. അല്ലെങ്കിൽ ഇൽമ് ജാഹിലാകുക, അതിന് ലിദ്ദാവുമ്പോൾ. അല്ലെങ്കിൽ ഇൽമ് ഖാദിറാകുക, അത് ഖിലാഫാവും. വഖദൽ അക്സു, ആലിമ് ഇൽമാകുക, അല്ലെങ്കിൽ ആലിമ് ജാഹില് ഇൽമാകുക, എന്നിട്ട് തല തിരിച്ചു. ചുരുക്കത്തിൽ ബാത്തിലും മാത്രമല്ല മിൻ ദുഖൂലി മാ ലാ നിഹായത ലഹു മിന സിഫാത്തിൽ വുജൂദിയ, അല്ലാഹുവിന്റെ വുജൂദിയായ സിഫത്തുകളിൽ അറ്റമില്ലാത്ത മാലാനിഹായത്താവുന്ന സിഫത്തുകൾ പ്രവേശിക്കും. അതിനും പുറമെ അത് വേറെ, അത് കഴിഞ്ഞു. ആദ്യം പറഞ്ഞു. മറ്റൊന്ന് അതുകൊണ്ട് ലാസിമാവുന്നത് എന്ന് പറഞ്ഞതിന്റെ രണ്ടാമത്താണ്. മാൽസമു എന്തിനാലാണ്? അതിന് 3 ഉദാഹരണം പറഞ്ഞു. ഇൽമ ആലിമാകുക മിസ്ല്, ഇൽമ ജാഹിലാകുക ലിദ്, ഇൽമ ഖാദിറാകുക ഖിലാഫ്. ഇനി അതിന്റെ തല തിരിച്ചും പറയാം. മറ്റൊന്ന് ലാസിമാവുന്ന മിൻ ദുഖൂലി മാ ലാ നിഹായത ലഹു മിന സിഫാത്തിൽ വുജൂദിയ, വുജൂദിയായ സിഫത്താണ് അറ്റമില്ലാത്തതുണ്ട് എന്ന് വരും. അതിന്റെ ഒക്കെ പുറമെ ഒരു സിഫത്ത് മറ്റൊരു സിഫത്ത് കൊണ്ട് മുത്തസിഫായാൽ എന്തുകൊണ്ട് ഇത് സിഫത്തായി മറ്റു മൗസൂഫാക്കി കൂടാ?
എന്തെങ്കിലും മറ്റേ മൗസൂഫാക്കി എന്തുകൊണ്ട് സിഫത്താക്കി കൂടാ? ഇതിനെ സിഫത്തും മറ്റേനെ മൗസൂഫാക്കാനുള്ള ന്യായം എന്താണ്? അല്ലെങ്കിൽ മറ്റേനെ സിഫത്തും ഇതിനെ മൗസൂഫാക്കാനുള്ള ന്യായം എന്താണ്? തർജിഹും ബിലാ മുറജ്ജഹിൻ വരും. ഇത് ജഅലു ഇഹ്ദാഹുമാ മൗസൂഫത്തൻ വൽ-ഉഖ്റാ സിഫത്തൻ ലഹാ. ഈ സിഫത്തിനെ മൗസൂഫാക്കി മറ്റേ സിഫത്തിനെ സിഫത്താക്കി തല തിരിച്ച്. ദൂനാൻ തകൂന സിഫത്തൻ ലിദാത്ത്, ഒരു ദാത്തിന് സിഫത്താവുമ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. التي قامت بها الموصوفة ودون أن تكون الموصوفة هي الصفة للأخرى تحكم. എന്തുകൊണ്ട് ഇത് മൗസൂഫായി മറ്റേ സിഫത്തായി? ആ സിഫത്തിനെ മൗസൂഫാക്കിയിട്ട് ഇത് സിഫത്താക്കി കൂടെ? തർജിഹ ബിലാ മുറജ്ജ. ചുരുക്കത്തിൽ വഹുവ തആല ഖദ് സബത, ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നഹു ഖാമത്ത് ബിഹി സിഫാത്തു സുബൂതിയ്യത്ത്, മാനിയായ 7 സിഫത്തുകൾ അല്ലാഹുവിന്റെ ദാത്തിൽ ഖായിമാണ്. ഖുദ്റത്ത് മുതൽക്ക് കലാം വരെയുള്ളതാണ് സുബൂത്തിയ സിഫത്ത് എന്ന് പറയുന്നത്. ഈ സിഫത്തുകൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദാത്തിനുണ്ട് എന്ന് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഫലായകൂനു സിഫത്തൻ ലിഗൈരിഹി, മറ്റൊരു സിഫത്ത് ദാത്തിന്റെ സിഫത്താകാൻ അല്ലാഹുക്ക് പറ്റൂല. കാരണം എന്താ? അല്ലാഹുവിന്റെ ദാത്താണ്. ആ ദാത്തിന് സുബൂത്തിയായ മാനിയായ സിഫത്തുകളെ കൊണ്ട് മുത്തസിഫാണ്. ഫവജബ അൻ യകൂന ദാത്തൻ. ചുരുക്കത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ദാത്താണ്, സിഫത്തല്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ അള്ളാഹു ഒരു സിഫത്താണെന്ന് സങ്കല്പിച്ചാലാണ് ആ സിഫത്ത് നിലനിൽക്കേണ്ട ദാത്താവുന്ന മഹലിലേക്ക് ഹജത്തുണ്ട് എന്ന് വരുന്നത്. അള്ളാഹു തആല ദാത്താണെന്ന് വരുമ്പോൾ അവൻ നിലനിൽക്കാൻ വേറൊരു ദാത്തിലേക്ക് ആവശ്യമില്ല. അവനിൽ നിലനിൽക്കുന്ന സിഫത്തുണ്ടാകും. ഇനി ഫായിലേക്ക് ആവശ്യമില്ല. അള്ളാഹു തആലാനെ ഉണ്ടാക്കുന്ന ഒരു മുഖസ്സിസിലേക്ക് ആവശ്യമില്ല. എന്നതിന്റെ അർത്ഥം ഐ മോജിദ്, സ്വയമുള്ളവനാണ്, ഉണ്ടാകൽ വാജിബായവനാണ്, തുടക്കമില്ല. അതുകൊണ്ട് തന്നെ അവനെ ഉണ്ടാക്കുന്ന ഒരാളിലേക്ക് ആവശ്യമില്ല. മോജിദ് എന്ന് പറഞ്ഞാൽ മുഅസ്സിർ, തസ്സീർ ചെയ്യാം. ഇല്ലായ്മയിൽ നിന്നിട്ട് ഉണ്ടാക്കാൻ ഒരാളിലേക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? ഉണ്ടാക്കുന്ന ഒരാളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലാഹു തആല ഹാദിസാണ് വരും. ഹാദിസ് ഒരു മുഹദ്ദിസിലേക്ക് ആവശ്യമുണ്ടാവും. ഹുദൂസ് വന്നാൽ ഒന്നിരിക്കൽ ദൗറ് വരും, അല്ലെങ്കിൽ തസൽസുൽ വരും. ദൗറും മുഹാലാണ്, തസൽസുലും മുഹാലാണ്. അപ്പൊ മുഹാലിനെ ലാസിമാക്കുന്ന ഹുദൂസും മുഹാലാണ്. ഇങ്ങനെ അല്ലാഹു തആലാന്റെ ഖിദം, ബഖാ, ഖിയാമു ബിന്നഫ്സി മനസ്സിലായി കഴിഞ്ഞാൽ നിൽത്തത്തുഖാ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി ഈമാൻ കൊണ്ട ആളുകൾക്ക് തഖ്വ ലഭിക്കുമാറാകട്ടെ. ദുആയിട്ടാണ് അർത്ഥം പറയുന്നത്. അതിനർത്ഥം തുഖ എന്ന് പറഞ്ഞാൽ ഈ തഖ്വ. തുഖ എന്ന് പറയുന്നത് തഖ്വന്റെ അർത്ഥത്തിന്. എന്താണത്? വഇംതിസാലുൽ മഅ്മൂറാത്തി, അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക. ഫിഅലൻ, എങ്ങനെ അനുസരിക്കുക? അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തു കൊണ്ടിട്ട് ഇംതിസാൽ ചെയ്യുക. വൽ മൻഹിയാത്തി, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾക്ക് ഇംതിസാൽ ചെയ്യുക. എങ്ങനെ? തർക്കൻ, എന്ന് പറഞ്ഞാൽ അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിയാനുമുള്ള തഖ്വ ലഭിക്കുമാറാകട്ടെ. ഇനി തഖ്വ എന്നാണ് തുഖന്റെ അർത്ഥം എന്ന് എവിടുന്ന് കിട്ടി? ഖാലൽ ഇമാമുർ റാസിയു, മഹാനായ മുഫസ്സിർ ഇമാം റാസി റഹ്മഹുല്ലാഹ് തങ്ങൾ പറയുന്നുണ്ട്, അത്തുഖ എന്ന് പറഞ്ഞാലും വത്തഖ്വ എന്ന് പറഞ്ഞാലും വാഹിദുൻ, രണ്ടും ഒരേ മാനക്ക് പറയുന്ന രണ്ട് ലഫ്ദുകളാ. തഖ്വ എന്നതും തുഖ എന്നും. ഉഹുമ, രണ്ട് പറഞ്ഞാലും തുഖ എന്ന് പറഞ്ഞാലും തഖ്വ എന്നാലും ലുഗതൻ, ഭാഷാർത്ഥം നോക്കുമ്പം ബിമാനിൽ ഇത്തിഖാഇ, വിഖായത്തിനെ സ്വീകരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. തഖ്വ എന്ന് പറഞ്ഞാലും തുഖ എന്ന് പറഞ്ഞാലും ഇത്തിഖാഇനെ സ്വീകരിക്കുക. ഇത്തിഖാ എന്ന് പറഞ്ഞാൽ ഇത്തിഹാദുൽ വിഖായ, ഐ മാ യഖി ശഖ്സ, ഒരു മനുഷ്യനെ അല്ലാഹു തആലാന്റെ കൽപ്പനക്ക് വിപരീതം വരുന്നതിനെ തൊട്ടിട്ട് കാക്കുക. രണ്ടും, ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനും ചെയ്യാൻ പറയുന്ന കാര്യങ്ങളെ ചെയ്യുന്നതിനും സൂക്ഷിക്കുക. ബിമാനാ യഹ്ഫദുഹു വയഹൂലു ബൈനഹു മാ യഖാഫുഹു എന്ന് പറഞ്ഞാൽ തഖ്വ ചെയ്താൽ നരകത്തിലേക്ക് പോവില്ല, സ്വർഗത്തിലെത്തും. അപ്പോ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കോ വിരോധങ്ങൾക്കോ എതിര് വന്നാൽ വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ പേടിക്കും. ആ ഭവിഷ്യത്തിനെ പേടിച്ചുകൊണ്ട് അതിനെ കാക്കുക എന്നർത്ഥം. ഭവിഷ്യത്ത് വരുന്നതിനെ തൊട്ട് കാക്കുക. മാന ഇതുപോലെ മിഥല തുറസി, പരിച പോലെ.
വനഹ്വി ഫിൽ അജ്സാം. ശരീരത്തില് പടയങ്കി ധരിക്കുന്നു, കയ്യിൽ പരിച ധരിക്കുന്നു. എന്തിന്? ശത്രുവിന്റെ ആയുധം ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടി. അതിന് വിക്കായത്ത് എന്നാ പറയാം. ഫക്കാനൽ മാന നിൽത്തക്ക എന്ന് പറഞ്ഞാൽ ജഅല ബൈനഹു വബൈനൽ മാസി വിഖായത്തൻ, തന്റെയും തെറ്റുകുറ്റങ്ങളുടെയും ഇടയിൽ അല്ലാഹു തആല വിഖായത്ത് തരട്ടെ, ഒരു കാവലിന്റെ വസ്തു. തഹൂലു ബൈനഹു വബൈനഹാ, ഈ മാസിയത്തിന്റെയും തന്റെയും ഇടയിൽ മറയിട്ട് തടസ്സം നിൽക്കുന്നതായ ഒരു വിഖായത്തിനെ തരട്ടെ. എന്താണ് ആ വിഖായത്ത്? മിൻ ഖുവ്വത്തി അസ്മിഹി അലാ തർക്കിഹാ, ആ തഖ്വ ഉപേക്ഷിച്ചാൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരാള് ദൃഢനിശ്ചയം ചെയ്യാനുള്ള കഴിവ്. വസ്തിഗ്ലാരി ഇൽമിഹി ബിഖുബിഹാ, ഏത് തഖ്വ ഉപേക്ഷിക്കുന്നത് കൊണ്ടിട്ടുള്ള മോശത്തരത്തെ പറ്റിയിട്ടുള്ള ഇൽമിനെ മനസ്സിലാക്കണം. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. നഖലഹു ഷെയ്ഖ് അബ്ദുസ്സലാമുൽ ലഖാനി, ഇമാം ഇബ്രാഹിമുൽ ലഖാനി, അബ്ദുല്ലാഹിബിൻ ഇബ്രാഹിമുൽ ലഖാനി റഹ്മഹുല്ലാഹ് ശറഉൽ ജസാഇരിയ എന്ന തന്റെ കിതാബിൽ ഇങ്ങനെയാണ് തഖ്വക്ക് അർത്ഥം പറഞ്ഞത്. ഇനി വാദിനും നിൽത്തത്തുഖ എന്ന് പറയുന്ന ഈ ജുംല ഇൻശായിയത്തും ഫിൽ മാന, ലഫ്ളുൽ ഖബരിയാണെങ്കിലും മാനയിൽ ഇൻശായിയാണ്. ഉദാഹരണം എന്താ? അതായത് ഖസദ ബിഹ ദുആ, ഈ ജുംല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുആ ആണ്. ആർക്ക്? ലിമൻ ഹാവല മാരിഫത സിഫാത്തില്ലാഹി തആല, അല്ലാഹു തആലയുടെ സിഫത്തുകൾ അറിഞ്ഞ് ദൃഢമായി വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല തഖ്വ കൊടുക്കുമാറാകട്ടെ എന്നൊരു ദുആ ആണ്. അതോടുകൂടി തക്മിലത്തുൽ ബൈത്ത്, ബൈത്തിനെ പൂർത്തിയാക്കിയാണ്. അല്ലാതെ പ്രത്യേകിച്ച് പുതിയ ആശയമൊന്നും നമ്മളെ പഠിക്കുന്ന ഇൽമുമായിട്ട് ബന്ധപ്പെട്ടില്ല. കാരണം കാല, ഇപ്പൊ ചുരുക്കത്തിൽ അവസാനത്തിൽ മുസ്ലിം പറഞ്ഞതുപോലെയായി അല്ലാഹുമ്മ ജഅൽഹു മുഹസ്സിലൻ ലിത്തഖ്വ, ഇക്കാര്യങ്ങൾ പഠിച്ച് ഈമാൻ കൊണ്ടൊരാൾക്ക് തഖ്വ കരസ്ഥമാക്കുന്നവനാക്കണേ എന്ന് ദുആ ചെയ്തവനായി. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.